അപ്പോൾ ഇന്ന് നമ്മൾ കല്ലാറ്റിലോട്ടാണ്. കല്ലാറ്റിൽ ഇവിടെ വന്നിട്ട് ഒരു ചെറിയൊരു കോഴിയൊക്കെ കൊണ്ടുവന്ന് കല്ലാറ്റിൻ്റെ കരയിൽ വെച്ചിട്ട് ഒന്ന് ചുട്ട് എടുക്കാനൊക്കെ ഉള്ള ഇതിലാണ്. ഞാനും കൂട്ടുകാരൻ ഷൈജനും ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരാണ്. അവർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ കല്ലാറിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കല്ലാറ്. ഇതാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഷൈജൻ, എൻ്റെ സുഹൃത്താണ് ശ്യാം. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ചിക്കനെ ചുട്ടെടുക്കുന്ന സംഭവമാണ്. കല്ലാറിൻ്റെ കരയായതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഒരു ദിവസം കുറച്ച് സമയം ഇങ്ങനെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ വന്നിട്ടുള്ളതാണ് നമ്മൾ. അങ്ങനെ നമ്മളിന്ന് നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങി പകുതി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്രണ്ട് ഷൈജയ് അതിന് വേണ്ടിയിട്ടുള്ള വളരെ പരിശ്രമത്തിലാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കനെ ഇങ്ങനെ മസാലയൊക്കെ പുതപ്പിച്ചിങ്ങനെ എടുക്കുകയാണ്. നമ്മൾ കല്ലാറ്റിലാണ്.
ഇതാണ് കല്ലാറ്റിൻ്റെ ശരിക്കുള്ള രൂപം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയത്ത് ഇവിടെ വെള്ളം നിറഞ്ഞിടുന്ന സ്ഥലമായിരുന്നു. അപ്പം വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെയാണ്. സൂപ്പർ കാണാൻ. ഈ ഫ്രണ്ട് ക്യാമറ ഒന്ന് കാണിച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് പൊന്മുടിയുടെ മുകൾ ഭാഗം ആ വയർലെസ് സ്റ്റേഷനെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. ആ പുറകിലായിട്ട് കാണുന്നതാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ. ഈ ഭാഗങ്ങളിലെല്ലാം വളരെ ആഴമുള്ള പ്രദേശമാണ്. ഇത് പ്രത്യേകം നമുക്ക് നിൽക്കുമ്പോൾ തന്നെ അടിഭാഗമെല്ലാം കാണാൻ പറ്റും. പക്ഷേ നല്ല താഴ്ചയിലാണ് ഈ വെള്ളം ഉള്ളത്. നല്ല പൊക്കത്തിൽ പോകുന്നുണ്ട് ഈ വെള്ളം. ഇവിടെ നിറയെ മീനുകളൊക്കെ ഉണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തറയിൽ കുത്തല്ലേ? സാധനങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര സമയമാവുക? അരമണിക്കൂറിലധികമായി. മസാല എല്ലാം കഴിച്ച് നല്ലതാക്കിയിട്ടുണ്ട്. ഇതെന്താണ് ഈ കുത്തണത്? ഇത് മരുന്നിൻ്റെ കമ്പാണ്. പിടിച്ചോ. ഒരു കമ്പ് ഇവിടെ ഉണ്ടോ? 2 കമ്പ് വേണം, എന്നാലേ നമുക്ക് മറിച്ചിടാനൊക്കെ സൗകര്യമുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൈ പോകണം. ഓക്കെ, ഇതിൻ്റെ കൈക്ക് ഇതിനെടുത്ത് അകത്തോട്ട് കറക്റ്റ്. എന്നാലും കുഴപ്പമില്ല. കിടക്കട്ടെ. കുറച്ച് നേരം പൊക്കി പിടിക്കണം. എണ്ണ ഒഴിക്കണ്ട. ഇതിനകത്തൊരു നീരുണ്ട്. ഇതിൻ്റെ വെള്ളം ഇപ്പോൾ പറ്റിട്ട് ഇതിൻ്റെ അത്ര നീര് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കൊഴുപ്പ് അല്ല. അവിടെ കുറച്ച് താത്തി നിൽക്കും. ഒറ്റ വേണ്ട. ഉരി ഇറങ്ങണമല്ലോ. ഇത് എല്ലാ വീഡിയോ പോലെ അല്ല, ഇത് നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യണതാണ്. കുറച്ച് ഭാഗം താഴെ വീണം. അത് എന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ വെക്കാം. അത് വേണേ ചട്ടി അകത്തുള്ള കൊഴുപ്പെല്ലാം കൊഴുപ്പിൻ്റെ തീയാണിത്. വിറവിൻ്റെ കത്തല്ലത്. രണ്ട് ഉപയോഗമുണ്ട്. കൊഴുപ്പ് വേണ്ടി വിറവും കത്തും, അതിനെ കൊഴുപ്പ് പോവുകയും ചെയ്യും. നമ്മളിവിടെ ഒരിക്കൽ കമ്പിയിൽ കൊരുത്തിട്ട് കറക്കി മറ്റേതിനേക്കാളും പെട്ടെന്ന് വെന്ത്. നമുക്കവിടെ ഈ ആശ്രമങ്ങളത്തൊക്കെ വരെ ഗ്രില്ല് ചെയ്ത് തരുന്നില്ലേ, അടിയിൽ കരിയിട്ട് ചുമ്മാ ഇതുപോലെ ചെയ്യണം. അത്രയോ 4-5 പീസ് എടുത്ത് വെച്ചിട്ട് 150 രൂപ പീസിനോ. പക്ഷെ പെട്ടെന്ന് ഒത്തിരി ഒരു വെള്ളമെല്ലാം പോയി കൊഴുപ്പെല്ലാം പോയിട്ട് പെട്ടെന്ന് തന്നെ കരിയുന്നുണ്ട്. എല്ലാം പോകണ്ട. അതിൻ്റെ ബോഡിയിലുള്ള ചെറുത് എനർജി കറക്റ്റ് വരുന്നു. അത് രണ്ടും കൂടി നോക്കും.
അടി ഒരു കമ്പനി എടുത്താൽ ഇല്ലല്ലേ അല്ല ഇനി അണൽ വയ്ക്കാം അതില്ല ഇത് കുറച്ചുകൂടെ ഇതിനെ ഈ തുടയിലേക്കുള്ള ഇവിടത്തേക്ക് നീ ഇറങ്ങട്ടോ അത് ഇവിടുത്തെ ഇറങ്ങും ഇങ്ങനെ പിടിക്കുന്നത് കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ ഉൾപ്പിടിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് ഒരു കല്ലിഞ്ഞെടുത്താൽ ഒരു കല്ലിഞ്ഞെടുക്കും വണ്ണമുള്ള കല്ലിഞ്ഞെടുക്കും അഞ്ഞെടുക്കും ഓക്കെ ആ കമ്പ് വീഴുമെന്ന് നോക്കിയാണ് ആ കമ്പ് ഈ രണ്ടാമത്തെ കമ്പ് അപ്പുറത്തെ കമ്പല്ലേ അല്ല ഇപ്പുറത്ത് ഈ കണലിൻ്റെ ചൂടിലാണ് ഇനി ശരിയാവുന്നത് എന്താ കണലിന് പാറയായി നല്ല മൊരിഞ്ഞു വരും അത് വെക്കണ്ട അവിടെ വെക്കണ്ട നമുക്ക് ഇവിടെ വെക്കാം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കനലിൻ്റെ തീയിൽ തന്നെ ഇത് മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയി വരുമെന്നാണ് നമ്മളെ മണിയുടെ ചേട്ടനും ഷൈജനും പറയുന്നത്. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഏകദേശം നമ്മൾ കഴിക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ എന്തൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെന്ന് നോക്കാം. ഇവിടെ ഇനി വേകാനുണ്ടെന്നാണ് പുറമേ നോക്കുമ്പോൾ നല്ല കരിഞ്ഞിട്ടുണ്ട്. സാധനം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടി നമുക്ക് കഴിക്കാനുള്ള ഇലയാണ് കൊണ്ടുപോകണം ഷൈജ്. പൊടിയണി വട്ട ഇല എന്നൊക്കെ പറയും. നമ്മളെ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനുള്ള സ്ഥലം സെറ്റാക്കിയാണ്. കല്ലാരിനകത്തുള്ളൊരു പാറയാണിത്. ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ മരത്തിൻ്റെ കൊമ്പൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മളെ മണിയെന്താണ് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വെട്ടിയെടുക്കാൻ വേണ്ടി പോയൊക്കെയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് സാധനം എടുത്തിട്ട് വരാം. സാധനമൊക്കെ സെറ്റായിട്ടുണ്ട്. എടുത്തുകൊണ്ടൊന്ന് കഴിക്കാം. എങ്ങനെ ഇട്ടെന്ന് നോക്കാം. ഓക്കെ അളിയ, ഓക്കെയാണ്. നമ്മളെ ഇതാ സാധനം നല്ല സെറ്റായിട്ടുണ്ട്. രണ്ടായി നല്ല വെന്ത് നല്ല 2 പീസ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് കഴിക്കാം. കട്ട് ചെയ്യണേ കത്തിയുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് ഇതിനെ പീസാക്കാം. നല്ല ചൂടുണ്ട്. കട്ട് ചെയ്താലേ എല്ലാവരും കഴിക്കാൻ പറ്റും. എടുത്തേ ഈ ഷൈജൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സാധനം ഉണ്ട്, ഫ്രഷ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് സൂപ്പർ ടേസ്റ്റായിരുന്നു. ഒരു രക്ഷയില്ല. കഴിച്ച് കഴിഞ്ഞ് അല്പം പോലും സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം കഴിയാറായിരിക്കുകയാണ്. കല്ലാറ്റിൽ വരുന്നെങ്കിൽ പ്രധാനമായിട്ടും ഇവിടെയുള്ള പരിസരവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരേണ്ടതുള്ളൂ. കാരണം അല്ലാതെ ഇത്രയും വലിയ ഒരു കല്ലാറിൻ്റെ ചതിക്കുഴികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ വന്ന് പെട്ടുപോയി. അതുകൊണ്ട് പരിസരവാസികളുടെ ആരുടെയും കൃത്യ സഹായമില്ലാതെ നമുക്കിവിടെ വരാൻ പറ്റില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ വരുമ്പോൾ നമ്മൾ ഈ കൊണ്ടുവന്ന സാധനങ്ങൾ, അതായത് പ്ലാസ്റ്റിക് എല്ലാം തിരികെ കൊണ്ടുപോയി കളയുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. നല്ലൊരു പരിസ്ഥിതിയെ നമുക്കായിട്ട് മലിനമാക്കാതിരിക്കാം.
പിന്നെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.